ദശപുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ 10 വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള പൂക്കൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആയുർവേദ രീതിയിൽ മാത്രമല്ല, അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം തിരുവാതിരയ്ക്ക് പാതിരപ്പൂ ചൂടുന്നതും നമ്മുടെ വീട്ടുവളപ്പിൽ ഇതിനെ വളർത്തുന്നതും ഒക്കെ നന്നായി ഐശ്വര്യം തരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ അതിൻ്റെ പ്രത്യേകതകൾ അല്പം കൂടി കൂടുതലാണ്. ഒരു മരുന്നെന്നുള്ളതിനപ്പുറമായിട്ട് കുറി തൊടുന്നതിനും മുക്കുടി ഉണ്ടാക്കി കുടിക്കുന്നതിലും ഒക്കെ ദശപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ദശപുഷ്പങ്ങൾ ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ പൂവാങ്കുരുനില, മുയൽച്ചെവിയൻ, വിഷ്ണുക്രാന്തി, ദൂർവ, കയ്യോന്നി, ഉഴിഞ്ഞ, തിരുതാളി, നിലപ്പന, മുക്കൂറ്റി, ഏറ്റവും അവസാനം ചെറുള. ഇത് ഈ 10 പുഷ്പങ്ങളെയാണ്. ഇത് ഡെയിലി നമ്മൾ ഇതിനെ മനസ്സിലാക്കി ഇതിനെ തൊഴുത് പ്രാർത്ഥിക്കണം എന്നുകൂടിയാണ് നമ്മുടെ സയൻസിൽ പറയുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇനിയും പറയാം. ആദ്യമായിട്ട് മുക്കുറ്റി, അത് വാതപിത്ത ശാമകമായിട്ടാണ് പറയുന്നത്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ വളരെ വിശേഷപ്പെട്ടതാണ് മുക്കുറ്റി. അതുപോലെ രക്തസ്തംഭകം, അതായത് രക്തം വാർന്നു പോകുന്ന അസുഖങ്ങളുണ്ടല്ലോ, ഇപ്പോൾ രക്തസ്രാവം കൂടുതലായിട്ടുള്ള അവസ്ഥകൾ, അതിൽ മുക്കുറ്റി സമൂലം അരച്ച് കഴിക്കുന്നത് രക്തസ്തംഭകമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് കൂടാതെ വിഷഹരമായിട്ടും മുക്കുറ്റിക്ക് ആക്ഷൻസ് ഉണ്ട്. രണ്ടാമത് മുയൽച്ചെവിയൻ. മുയൽച്ചെവിയൻ എഡിനോയിഡ്സ്, ടോൺസിലൈറ്റിസ് ഒക്കെ പോലെയുള്ള ഇൻഫെക്ഷൻസിൽ മുയൽച്ചെവിയൻ്റെ എണ്ണ കാച്ചി പുരട്ടുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അടുത്തത് ഉഴിഞ്ഞ. മലബന്ധം, പനി, സന്ധി രോഗങ്ങൾക്ക് ഉഴിഞ്ഞ വളരെയധികം ഇഫക്റ്റീവാണ്. തിരുതാളി വളരെ പ്രാധാന്യം തരുന്നത് സ്ത്രീ രോഗങ്ങളിലാണ്. സ്ത്രീ രോഗങ്ങളിലും പ്രത്യേകിച്ച് വന്ധ്യതാ ചികിത്സയിൽ തിരുതാളിക്ക് വളരെയധികം പ്രാധാന്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണി പാൽക്കഷായങ്ങളിൽ നോക്കുകയാണെങ്കിലും തിരുതാളി ഇംപ്ലാന്റേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ് തിരുതാളി. കറുക, ദൂർവ എന്നും അറിയപ്പെടുന്ന ഒന്നാണ്. ഇത് കഫപിത്ത ശാമകമായിട്ടാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. നമ്മളിപ്പോൾ ആയുർവേദം അല്ലാതെ നോക്കുകയാണെങ്കിൽ പൂജ സംബന്ധമായിട്ടുള്ള ആദിത്യ പൂജ, ഗണപതി പൂജ പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം കറുകേനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. തലച്ചോറ്, ബുദ്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ നാഡീ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കറുക വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളിൽ വരുന്ന കരപ്പൻ്റെ അസുഖത്തിന് കറുകയുടെ എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ്. ഉറക്കക്കുറവുള്ള ആളുകളിൽ കറുക പാലിലരച്ച് കാലിൽ പുരട്ടുന്നതും വളരെ എഫക്റ്റീവാണ്. അടുത്തത് കയ്യോന്നി. അത് എണ്ണ കാച്ചി പുരട്ടുന്നത് മുടി വളരാൻ, അകാല നരയ്ക്ക്, അതുപോലെ തന്നെ ശബ്ദം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ആ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടി കയ്യോന്നി ഉപയോഗിച്ചിട്ട് നസ്യം ചെയ്യുന്നതും വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അടുത്തത് പൂവാങ്കുരുനില. പിത്തശമനമായതിനാൽ ശരീരത്തെ തണുപ്പിക്കാനായിട്ട് ഇതിന് വളരെ ഒരു ഇഫക്റ്റീവാണ്. ജ്വരം, അതുപോലെ സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഇത് വളരെ ഗുണം ചെയ്യുന്നു. അടുത്തത് നിലപ്പന, മുസലി എന്നും പറയും ഇതിന്. ഇത് സ്ത്രീ പുരുഷ വന്ധ്യതയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മരുന്നാണ് നിലപ്പന. അടുത്തത് ചെറുള, ഭദ്ര എന്നും അറിയപ്പെടുന്നു. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ ചെറുള വളരെ ഇഫക്റ്റീവാണ്. അവസാനമായിട്ട് വിഷ്ണുക്രാന്തി. വിഷ്ണു ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒരു മരുന്നാണ്. അപസ്മാരം, തലവേദന പോലെയുള്ള അസുഖങ്ങളിൽ ഇത് വളരെ എഫക്റ്റീവാണ്. മുടി വളരാനും എണ്ണ ആക്കി തേക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്.